നമ്മളിന്ന് ദുരന്തർ സിനിമ കാണാൻ പോവാം. ദുരന്തർ. യെസ്. അതെ, ഫസ്റ്റ് നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. ഫസ്റ്റ് നമ്മൾ തിയേറ്ററിൽ കണ്ടില്ല, OTT-ലാണ് കണ്ടത്. കണ്ടപ്പോഴേ വിചാരിച്ചായിരുന്നു സെക്കൻഡ് വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പോയി കാണുമെന്ന്. പക്ഷെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. 3-4 മണിക്കൂറുണ്ടെന്ന് തോന്നുന്നില്ല. അതെ, 4 മണിക്കൂറുണ്ട്. അവൾ അതിൻ്റെ തലേണയോ തലേണയും 2 തലേണയും 2 ഷീറ്റും എല്ലാം എന്തെങ്കിലും ഉണ്ട്. എല്ലാം എടുത്ത് നമുക്ക് പോവാം. അപ്പൊ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അതെ, അപ്പൊ ശരി, ഓക്കെ, ബൈ. അപ്പൊ ഞങ്ങള് മൂവി കഴിഞ്ഞ് വന്നു. ദുരന്തർ വിചാരിച്ച പോലെ തലേണയും പുതപ്പൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. നമ്മള് എന്താ പറയുന്നേ, എൻഗേജ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു പടവാ. സമയം ശരിയാ, 6 മണിക്ക് ഷോയ്ക്ക് കയറി. 6 മണിക്ക് കയറിയിട്ട് ഇപ്പൊ ഏകദേശം എന്തുവാ ഇവിടെ ജീവികളൊക്കെ ഇറങ്ങുന്ന സമയം 11 മണിയായി. 11 മണിയായി. ഇപ്പൊ അരമണിക്കൂർ യാത്രയും കൂടെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയി. അപ്പൊ പടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പടം. ഞങ്ങൾ നല്ല പടം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ വന്നതിന്റെ ആ ഒരു രാത്രി അതിന്റെ ഒരു ക്ഷീണത്തില്, അല്ലാതെ അടിപൊളി പടം അങ്ങനെ പറയാനുള്ള ഒരു എനർജി ഇല്ല. അതുകൊണ്ടാവും ലേറ്റ് ആയി, ഫുഡും കഴിച്ചില്ല. ആദ്യം പറയേണ്ടത് എന്താ പറയുന്നേ, 18+ ആണ്. പടം കുറച്ച് ബ്രൂട്ടലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ആദ്യത്തെ മൂവിക്കകത്തില് നമ്മൾ കണ്ട കുറച്ച് സീൻസ് ഉണ്ടല്ലോ. ആദ്യത്തെ മൂവിക്കകത്ത് ഇപ്പം ദുരന്തർ ഫസ്റ്റ് കണ്ടവര് കാണും, ഇനി കാണാത്തവര് ദുരന്തർ ഫസ്റ്റ് പോയി കണ്ടിട്ട് കാണണോ, ഒന്നും മനസ്സിലാവത്തില്ല. കാരണം നമുക്ക് തന്നെ ചിലപ്പോ കുറച്ച് നാളായി നമ്മളത് കണ്ടിട്ട്, അത് ഒന്നും കൂടെ കാണാൻ പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഓടിച്ചിട്ട് ഒന്ന് കണ്ടാൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സിനൊക്കെ ഇച്ചിരി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, എങ്ങനെ ഇപ്പൊ സ്റ്റോറി ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാനൊക്കെ നല്ലതാണ്. അതെ, ഫസ്റ്റിനകത്ത് ഇപ്പൊ നമുക്കറിയാം അതിനകത്ത് മെയിൻ ക്യാരക്ടർ, അതായത് പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ രൺവീർ സിംഗ് ഹംസയാണല്ലോ. അപ്പം ഹംസ അവിടെ ചെല്ലുന്നതും ആ ഒരു പുള്ളിയുടെ ഒരു സെറ്റിൽമെന്റ് സെറ്റാക്കി വരുന്നതും ആ ഗ്യാങ്ങിലേക്ക് വരുന്ന ആ ഗ്രോത്ത്, പുള്ളി ഓരോ പടിയായിട്ട് കയറി വരുന്ന ഗ്രോത്ത് ആണ്. അതുകൊണ്ട് അതിനകത്ത് ആകെ നമ്മുടെ ആ റഹ്മാന്റെ കേട്ട്, അപ്പൊ പുള്ളിക്കാരനല്ലേ അതില് എന്താ പുള്ളിയുടെ എൻഡ് ആണല്ലോ. അപ്പൊ ഈ സെക്കൻഡ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. അതെ, ആദ്യത്തെ പടത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പേരെ ഇനി ബാക്കി വെച്ചിട്ടാണല്ലോ സെക്കൻഡ് ഇരിക്കുന്നത്, നമുക്ക് അറിയാം. ടാസ്ക് കൂടുതലാണ്. അതുകൊണ്ട് പടം 4 മണിക്കൂർ ആയപ്പോഴും തെറ്റ് പറയാൻ ഒക്കത്തില്ല. ഒരുപാട് കൊലകളുള്ളതും നമുക്ക് തെറ്റ് പറയാൻ ഒക്കത്തില്ല. പിന്നെ ഫസ്റ്റ് പോലെ തന്നെ കുറെ ചാപ്റ്റേഴ്സ് ആയിട്ട് ഉള്ള പരിപാടിയാണ്. അതെ, ഇത് എനിക്ക് തോന്നുന്നത് വലിയ സീരീസ് ആയിരുന്നു ഇവർ അങ്ങനെ കണ്ട് പ്ലാൻ ചെയ്തത്. പക്ഷെ സീരീസ് ആയിട്ട് ഇറക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഹിന്ദി എന്താ പറയുന്നത്, ഹിന്ദി എന്ന് പറയുമ്പോൾ ബോളിവുഡ് അല്ലേ, ബോളിവുഡിന് ഇങ്ങനത്തെ മാസ് ബ്ലോക്ക് ബസ്റ്റർ പടങ്ങളൊക്കെ ഇച്ചിരി കുറവായിട്ടിരിക്കുമല്ലോ. ഇത് ഫസ്റ്റ് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പൊ ഇത് ഓൾറെഡി അവര് ഷൂട്ട് ചെയ്ത് വെച്ചെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലോ, ഫസ്റ്റ് സെക്കൻഡിനോ എല്ലാം ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് നമുക്ക് ഒട്ടും ആ ഒരു ചില പടങ്ങൾ കാണുമ്പോ ഇപ്പൊ ഫസ്റ്റ് ഇറക്കിയിട്ട് സെക്കൻഡ് ഇറക്കുമ്പോൾ ഒരു കണക്ഷൻ വിടല്. നമ്മൾ വിചാരിക്കും ഇവര് ഒന്നിനെ ഹിറ്റ് ആയതുകൊണ്ട് അതിനൊരു ബാക്കി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ബാക്കി ഉണ്ടാക്കിയ പോലെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇവിടെ ഇല്ല. കാരണം ഒന്നിന്റെ ബാക്കി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ സ്റ്റോറി ഇങ്ങനെ ഫ്ലോ ആയി പോവുക. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യത്തെ പടം കണ്ടപ്പോൾ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ആ ഒരു എന്ത് ഹൈപ്പാണോ ഫീൽ ചെയ്തത്, ആ ഹൈപ്പിൽ ഒട്ടും കുറവൊന്നും വരത്തില്ല. അത് അങ്ങനെ തന്നെ അങ്ങ് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് പോകും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യ പാകിസ്ഥാൻ അറിയാം, അതാണല്ലോ അതിനകത്തെ ആ ഒരു അതായോണ്ട് നമുക്ക് ആ ഒരു നമ്മുടെ ഉള്ളിലെ ഒരു പേട്രിയോട്ട് ആ ഒരു മൈൻഡ് നമുക്കൊരു അതൊക്കെ ഫീൽ ചെയ്യും. നല്ല രസം. പേട്രിയോട്ട് എന്നുള്ളൊരു വികാരം എല്ലാവർക്കും, തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഒരു അതിനകത്ത് കാണാനുണ്ടായിരുന്നു. മൂവിക്ക് വലിയ വമ്പൻ ടെസ്റ്റുകളൊന്നും പറയാനില്ലെങ്കിലും 1-2 എൻഡിലുള്ള ടെസ്റ്റുകൾ നല്ലതാണ്. അത് രസമുണ്ട്, ഒരു നല്ല എന്റർടൈനിങ് ആണ്. എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 മണിക്കൂർ ഇരിക്കുമെങ്കിലും ചിലർക്കൊക്കെ ലാഗ് തോന്നാം. പക്ഷെ എനിക്ക് ലാഗ് തോന്നും എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കൊച്ചു ഇതില്ല. കാരണം ഒരു 4 മണിക്കൂർ പടമാണ്. 4 മണിക്കൂർ പടം മൊത്തം പിടിച്ചിരുത്താൻ എന്ന് പറയുന്നത് ശരിയാ, ഭയങ്കര കഴിവ് തന്നെ. പക്ഷെ അത്യാവശ്യം ഒരു 90%ഓളം അത് 100% നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഈ നടുവേദന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും. പിന്നെ ഒരു ബ്രേക്ക് അല്ലേ ഉള്ളൂ. അത് ആ ബ്രേക്ക് വരുന്നത് 2 മണിക്കൂറിലാണ്. 2 മണിക്കൂർ ആ ബ്രേക്കിന് ചിലവരൊന്നും ഈ തിയേറ്ററിൽ പോയിട്ട് ബ്രേക്കിന് എണീക്കാത്തവരുണ്ടല്ലോ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ മൂവിക്ക് കാണാൻ പോകുന്നവർ എന്തായാലും ആ ബ്രേക്കിൽ ഇറങ്ങി വെറുതെ ഒന്ന് നടക്കുക, അതിനുശേഷം വന്നിരിക്കുക. 4 മണിക്കൂർ പോകുന്നത് നിങ്ങൾ അറിയത്തില്ല, എഴുന്നേക്കാൻ പോകുമ്പോഴായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത്. ഞാൻ സാധാരണ തിയേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണീക്കാത്ത ഒരാളാണ്. പക്ഷെ ഞങ്ങൾ എഴുന്നേറ്റ് നടന്നു. ഞാനും അങ്ങനെ ഇറങ്ങാറില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ എഴുന്നേറ്റ് കുറെ നാളായി ഇത്രയും ലെങ്ത് ആയിട്ടുള്ളൊരു പടം കണ്ടിട്ട് ആ ലെങ്ത് അറിയാത്ത പോലെ ഇരുത്താൻ ആ പടത്തിന് സാധിച്ചു. പിന്നെ ക്യാരക്ടേഴ്സും എല്ലാം നല്ല, ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരുടെയും നല്ല രസമാണ് അഭിനയവും കാര്യങ്ങളും. പിന്നെ ഹിന്ദി ആണ്ട് ഞങ്ങൾ അങ്ങനെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നമ്മള് മൊത്തത്തിലൊരു അവലോകനം അത്രേ ഉള്ളൂ. അല്ല, നമ്മൾ അവരെ ഒന്നും പറയുന്നില്ല. ആകെ ഞങ്ങൾക്ക് രൺവീർ സിംഗ്, നമ്മുടെ മാധവൻ, അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ ആൾക്കാരെ കണ്ടറിയാം. പക്ഷെ അവരുടെ പേരും കാര്യങ്ങളൊന്നും ഒത്തിരി അങ്ങോട്ട് അറിയത്തില്ല. നമുക്ക് ആൾക്കാരെ കണ്ടറിയാം. രൺവീർ സിംഗ് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ മിടുക്കനാണ്.
ഞാനൊരു വല്ല റേറ്റിംഗ് വല്ലതും കൊടുക്കണം. ഓ, നീ റേറ്റിംഗ് ഒന്നും കൊടുക്കണ്ട, റേറ്റിംഗ് കൊടുക്കേണ്ടവരാ. അങ്ങനൊന്നും ഇല്ല, ഞങ്ങൾ ജസ്റ്റ് പോയി കണ്ടു. അപ്പം ഞങ്ങളുടെ ഒരു നമ്മളെ കാണുന്ന കുറച്ച് ആൾക്കാർക്ക് ഒരു അഭിപ്രായം, ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ. അതാ ഇപ്പൊ നമുക്ക് ഒത്തിരി ആൾക്കാരൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മളെ കാണുന്ന ഒരു 4-5 പേര് നമ്മളോട് ചോദിക്കും നിങ്ങൾ സിനിമ പോയി കണ്ടോ. അപ്പൊ ആ അത്രയും പേർക്ക് വേണ്ടിയായിരുന്നു വിചാരിച്ചത്. അധികം ആരും ഞങ്ങളെ കാണുന്നവർക്ക് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ലൊരു പടമാണ്. നമുക്ക് എൻഡിങ് ആണെങ്കിലും എല്ലാം ഒരു സാറ്റിസ്ഫൈങ് പടം. ആർക്കും വിഷമിക്കേണ്ട. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയണം, അതായത് ഇപ്പൊ നമ്മളൊരു 210 രൂപയോ, നമുക്ക് ഇപ്പൊ നമ്മൾ പോയ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ 320 തോന്നുന്നല്ലേ സീറ്റിന്റെ റേറ്റ്. ഏറ്റവും കുറവ് 160 സീറ്റ്. ഈ 160 രൂപ കൊടുത്തിട്ട് ഈ 4 മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ പോയിരിക്കാം. അതുകൊണ്ട് നമുക്ക് വെർത്താണ്. അതെ, വേറൊരു സിനിമയ്ക്ക് 2 മണിക്കൂറേ പോയി തിയേറ്ററിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അത് നല്ലൊരു. അതെ, അതുകൊണ്ട് നല്ല വെർത്ത്. ആ പൈസ കൊടുത്ത പൈസക്ക് മുതൽ, കൊടുത്ത പൈസയെക്കാട്ടി കൂടുതൽ മുതലാണ്, എന്തുകൊണ്ടും മുതലാണ്. അപ്പൊ എല്ലാരും പോയി മൂവി കാണുക. കമന്റ് വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നൊക്കെ ഉള്ളത് കാണുന്നവര് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഇത് ഈ റിവ്യൂ കാണുന്നതെങ്കിലും ഇനി നിങ്ങൾ കണ്ടു കഴിഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളതും ഞങ്ങൾ പറഞ്ഞതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എല്ലാത്തിനും നമുക്ക് അവസരമുണ്ടല്ലേ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ബൈ.